ഹലോ ഗൈസ് സുബ്ദി, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മളെ ദുബായിലാണ്. ഗൈസ് സുബ്ദി, എൻ്റെ ഈ തൊട്ടിപ്പുറത്ത് കാരണം ഈ റോഡാണ് നമ്മളെ ഫേമസ് ആയ സീ സൈഡ് റോഡ്. ഗൈസ് ചേട്ടാ ഒന്ന് കാണിച്ചെടുത്ത്. ഗൈസ് പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് നിറച്ച് വലിയ വലിയ ബിൽഡിംഗ് ആണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് എന്ത് ചെയ്ത് നമ്മളെ ഫ്യൂച്ചർ മ്യൂസിയം. ഗൈസ് ദുബായിലെ ഫേമസ് ആയ ഒരു മ്യൂസിയം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇനി അകത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് അകത്തി കയറാം. കമോൺ. ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ ഗൈസ് വലിയൊരു മെട്രോ ഉണ്ട് ഗൈസ്. ആ മെട്രോയിൽ കയറിയിട്ട് നടന്നിട്ട് വേണം നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് പോകാനായിട്ട്. നമ്മുടെ ഇതിലെങ്ങനെ പോണത് ഗൈസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല ഗൈസ്. വലിയ ക്യൂ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് മുകളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. കയറണമെങ്കിൽ നമുക്ക് 1.5 മണിക്കൂറൊക്കെ പിടിക്കും. കയറണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് നമുക്ക് വേഗം കയറിയിരുന്നു. പക്ഷെ ഇപ്പം അത് പറ്റിയില്ല ഗൈസ്. അപ്പെടുത്താൻ മതിയായിരുന്നു. ഹായ് ഗൈസ്, കുഞ്ഞു റോബോട്ട് വന്നു. എനിക്ക് ഇന്നെ തൊടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി നിന്നു ഗൈസ്. Driving home because I have a thing so that robot നായ നിങ്ങളൊക്കെ നോക്കി. എക്സസൈസ് ചെയ്യണ കേസത് അച്ഛോ. ഗൈസ് ഈ മ്യൂസിയത്തിൽ 7 ഫ്ലോറുകളുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് ഈ ലിഫ്റ്റിലാണ് പോകേണ്ടത്. പക്ഷെ ഈ ക്യൂ ഒക്കെ നിന്ന് പോകുമ്പോൾ കുറേ ടൈം പിടിക്കും ഗൈസ്. നമുക്ക് വെച്ചാൽ പോകാനും ടൈമില്ല. അപ്പോൾ നമ്മൾ പോണില്ല ഗൈസ്. പിന്നെ അതിൻ്റെ അടിക്കാൻ നമ്മളുടെ ഫ്ലൈയിങ് ഫിഷ് വന്നത് ഗൈസ്. ഇത് 30 മിനിറ്റ് കൂടുമ്പോഴാണ് ഗൈസ് വരെ. ഇത് ആൾക്കാരെ വെൽക്കം ചെയ്യാനാണ് ഗൈസ് വരുന്നത്. എന്ത് ക്യൂട്ടാ. എനിക്ക് അതിനെ വീട്ടിൽ കൊണ്ടുവന്നു തോന്നുന്നു ഗൈസ്. ഗൈസ് ദേ നമ്മളെ ക്യൂട്ട് ഫ്ലൈയിങ് ഫിഷ് ദേ ഇവിടെ പറന്ന് നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ എല്ലാവരും ഇതിനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക ഗൈസ്. ഇവിടെ 2 ഇങ്ങനെ വലുതായിട്ട് പറന്ന് നടക്കുന്നുണ്ട് ഗൈസ്. കാണുമ്പോൾ ഇത് എന്തൊരു ഭംഗിയാണെന്നറിയോ. അയ്യോ, എനിക്ക് ഹൈഡ്രജൻ ബലൂൺ പോലെ എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ വിങ്സ് ഒക്കെ എന്ത് രസം. ഇത് പിന്നെ വെച്ചാൽ ഭയങ്കര ലെങ്ത് ഒക്കെയാണ് ഗൈസ്. അടിപൊളിയാണ്. പിന്നെ ഇവിടെ നൈറ്റ് വിഷനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പർച്ചേസിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പെർഫ്യൂം. ഈ സൈഡ് മൊത്തം പെർഫ്യൂമാണ് ഗൈസ്. പിന്നെ അപ്പുറത്തെ സൈഡ് ടോയ്സ് ഒക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പെർഫ്യൂമൊക്കെ എക്സ്പെൻസീവ് ഗൈസ്. ഒരു ഡ്രോപ്പിന് തന്നെ 1000 ദിർഹംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചേട്ടനും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടോയ്സ്, ഞാൻ ഒരു ബൈനാക്കുലർ പോലത്തെ ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇത് കണ്ട കോഫി ഉണ്ടാക്കുന്ന മെഷീനാണ് ഗൈസ്. പക്ഷെ എനിക്ക് കോഫി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. റോബോട്ടിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല സൂം ചെയ്ത് നോക്കട്ടെ. റോബോട്ടിന്റെ 2ാമത്തെ ഗ്ലാസ് ഐസ് ഇട്ടിട്ട് കോഫി കഴിച്ചു. ഐസ് കോഫി ആയിരുന്നു തോന്നിയപ്പോൾ കൊണ്ടുപോയി. റെയിൻബോന്റെ പെൻസിൽ ഗൈസ്. അയ്യോ, അവിടെ ലൈറ്റ് ഒക്കെ ബോട്ടിലുണ്ട്. പിന്നെ ട്രാൻസ്പാരന്റ് പൗച്ച് ഗൈസ് ഉണ്ടല്ലോ. ഇത് പിന്നെ പേഴ്സ് ഇതേപോലെ. എനിക്ക് കാണിച്ചല്ലോ. ഇതിനാട്ടുമ്പോൾ ഞാൻ വാങ്ങിക്കണമായിരുന്നു. പാനി മുക്ക്
ഇരിക്കുന്നത്. സംഭവമുണ്ട് എനിക്ക് കീച്ചി വേണ്ട. നമുക്ക് ജാക്കറ്റിക്ക് പോവാം. ഫ്യൂച്ചറിലെ ആൾക്കാർ ഇടാൻ പോണ ഡ്രസ്സാണ്. ഫ്യൂച്ചർ മ്യൂസിയം ഇന്നോഗ്രേഷൻ ചെയ്ത് 2022. ഇങ്ങനെ കാലത്ത് നമുക്ക് വരും. കാണിച്ചിരുവോ? എന്തോ പാണ്ടതുണ്ടോ? ബൈനക്കുലർ ഉള്ളിൽ കൂടെ നോക്കുമ്പോ അതാണല്ലേ അത് നമ്മുടെ പൂരപ്പുറമ്പിൽ വാങ്ങണ്ട് എന്നതാ നിനക്ക് മനസ്സിലാ ഇതെല്ലാം നിനക്ക് സ്നേഹമില്ല. ഒഴിഞ്ഞു പോകും. കണ്ടോ ഷാർപ്പ്നർ കൂടുണ്ട്. മൈ ഫേവറേറ്റ് കളർ വേസ്. പിന്നെ പിങ്കുണ്ട്. പിങ്ക് ഹേസ്റ്റ് കളർ. പിന്നെ നമ്മളെ റൂമിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്നും എർത്തും സോളർ സിസ്റ്റം ഉള്ള സംഭവം. അതിന്റെ സോളർ സിസ്റ്റം നമ്മളെ കുറെ ലേറ്റ് കിട്ടുന്ന ആനിമൽസ് ഉണ്ട്. നോക്ക് ബി ബംബിൾ ബി. അത് നല്ല ബട്ടർഫ്ലൈ ഇതിൽ ഇച്ചിട്ട് നല്ല രസമുണ്ടാവും. പിന്നെ മണ്ടിയാണ്. പിന്നെ നമ്മളുടെ മാഗ്നറ്റ് തന്നെ. അത് ഇതൊരു വെറുതെ ഒരു പെയിന്റിന്റെ തന്നെ ബേർഡ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ബീഫിന്റെ. പിന്നെ പിന്നെ നമ്മളത് ഫ്രീസ് പോലെ പിന്നെ ഡയറി ഉണ്ട്. പക്ഷെ ഞാൻ ഡയറി ചെയ്തത് വാങ്ങിച്ചിട്ടുള്ള ഗൈസ്. ഇങ്ങനെ കളർ 7th ഫ്ലോറിലാണ് 2071 ദുബായ് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ടാണ് വെച്ചത്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തോടെയാണ് വെച്ചത് ബുക്ക് ചെയ്യുന്നത്. പിന്നെ കുറേ ടൈമൊക്കെ പിടിക്കുന്നത് പോകാനായിട്ട്.
അപ്പോൾ മോളിൽ പോയിട്ട് ദുബായ് എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരും. പോകാൻ പോകുന്നത്